കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന നിപ്പ രോഗിയായ കുട്ടിയുടെ ആരോഗ്യനില വളരെ ഗുരുതരമായി തുടരുന്നുവെന്നാണ് ദീപകിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. 30 ആരോഗ്യ പ്രവർത്തകരെ നിപ്പ ഡ്യൂട്ടിയിൽ ഒരു ദിവസം തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് അതിശക്തമായ നടപടികളിലൂടെ മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരൻ്റെ ആരോഗ്യനിലയാണ് ഗുരുതരമായി തുടരുന്നത്. വളരെ സീരിയസ് ആയ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ തന്നെയാണ് കുട്ടിയുള്ളത്. കുട്ടിയുടെ ചികിത്സയ്ക്കായി ഇപ്പോൾ പ്രത്യേക ടീം തന്നെ ചാർജ് എടുത്തു കഴിഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറത്ത് ഇന്ന് അവലോകന യോഗം ചേരും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങളുമായി ആദ്യം നമുക്ക് കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം നമുക്കൊപ്പം ചേരുകയാണ്. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, ശരിക്കും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ്. ഇപ്പോൾ വെന്റിലേറ്ററിലാണ് എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ? SKN, ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ സാധിക്കുമോ എന്നറിയില്ല. കാരണം ഒരു കുട്ടിയുടെ പാണ്ടിക്കാട് നിന്നും കോഴിക്കോട് ചികിത്സക്കെത്തിയ 14-കാരൻ മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് അധികൃതർ തന്നെ അറിയിച്ചത്. ഇതിൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് 30 അംഗ ആരോഗ്യ പ്രവർത്തകരെ, അതായത് ഡോക്ടേഴ്സും നഴ്സും ഉൾപ്പെടെയുള്ള 30 അംഗ ടീമിനെയാണ് നിപ്പ ഡ്യൂട്ടിക്ക് ഒരു ദിവസത്തേക്കായി നിയോഗിച്ചിരിക്കുന്നത്. മാത്രവുമല്ല മറ്റൊരു കാര്യം, 3 പേർ ഇതേ രോഗം നിപ്പ സംശയത്തിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇവരുടെ സ്രവം പൂന വൈറോളജിക്കൽ ലബോറട്ടറിയിലേക്ക് അയച്ചു കഴിഞ്ഞിരിക്കുന്നു മെഡിക്കൽ കോളേജ് അധികൃതർ. ഏതായാലും ആരോഗ്യ മേഖലയാകെ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് ചില നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ ഈ രോഗം ബാധിച്ച കുട്ടി മരുന്നിനോട് പ്രതികരിക്കുകയോ എന്നാൽ ഏതെങ്കിലും രീതിയിൽ മെച്ചപ്പെട്ട അവസ്ഥയിലോ അല്ല. ഇന്നലെ മിംസ് ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമ്പോൾ തന്നെ കുട്ടിയുടെ നില ഗുരുതരമായിരുന്നു. എന്നാൽ അതിൽ നിന്നും ഒരു പുരോഗതിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആരോഗ്യസ്ഥിതി മോശമാകുന്നു എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ എന്നാൽ എല്ലാ നിലയിലും ആരോഗ്യ പ്രവർത്തക സംഘം ഈ കുട്ടിയെ തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം തുടരുന്നു. അതുപോലെ തന്നെ മറ്റു 3 പേരുടെ കാര്യത്തിലും ജാഗ്രതയോടുകൂടി തന്നെയുള്ള നിരീക്ഷണം തുടരുന്നു. അവരുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിപ്പ സ്ഥിരീകരിച്ചുള്ള തുടർ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പിലെ അധികൃതർ അറിയിക്കുന്നത്. SKN ാണ് വിവരങ്ങൾ നൽകിയത്. നിങ്ങൾക്കറിയുന്നതുപോലെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ അതീവ ഗുരുതരമായി തുടരുന്ന ഈ 14-കാരൻ പാണ്ടിക്കാട് സ്വദേശിയാണ്, മലപ്പുറം ജില്ലയിലെ. അവിടെ നിന്ന് ഷഹദ് റഹ്മാൻ നമുക്കൊപ്പം ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, ഗുഡ് മോർണിംഗ്. ഷഹദ്, യഥാർത്ഥത്തിൽ സങ്കടകരമായ വാർത്തയാണ്. ഈ നിപ്പ സ്ഥിരീകരിച്ചതിന് ശേഷം ഇന്നലെയാണല്ലോ പൂന വൈറോളജിക്കൽ ലാബ് ഈ നിപ്പ സ്ഥിരീകരിച്ചത്. അതിനുശേഷം എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ഈ മലപ്പുറത്തും പാണ്ടിക്കാടും ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കി കഴിഞ്ഞത്? എസ്കേൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ വൈകിട്ടോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ രാത്രിയോട് കൂടിയിട്ടാണ് ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം വരുന്നത്. നിലവിൽ ഇപ്പോൾ പാണ്ടിക്കാട് അതുപോലെ തന്നെ ആനക്കായം പഞ്ചായത്തുകളിലാണ് പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ 2 മേഖലകളിൽ, അതായത് ഇന്ന് ഇപ്പോൾ ഞായറാഴ്ചയാണ്, അപ്പോൾ ആ ഘട്ടത്തിൽ മദ്രസ അതുപോലെ തന്നെ ട്യൂഷൻ സെന്റർ എന്നിവയൊക്കെ പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവ ഇനി തുറന്ന് പ്രവർത്തിക്കരുത്, ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ തുറന്ന് പ്രവർത്തിക്കരുത് എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. സമാനമായ രീതിയിൽ സ്കൂളുകൾ അതുപോലെ തന്നെ കോളേജുകൾ എന്നിവയൊന്നും തന്നെ തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല. അതിൽ നിന്നും ലക്ഷ്യം വെക്കുന്നത് ആളുകൾ പരമാവധി കൂട്ടം കൂടുന്നത് ഒഴിവാക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ സിനിമാ സെന്റർ തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി 214 പേരാണ് നിലവിൽ ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ 60 പേരാണ് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളത്. അതിൽ 15 പേരുടെ സ്രവമാണ് നിലവിലെ സാഹചര്യത്തിൽ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുള്ളത്. കൂടാതെ ഈ 14 വയസ്സുകാരന്റെ സുഹൃത്തിന് നിലവിലെ സാഹചര്യത്തിൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കുട്ടി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടിയുടെ സ്രവവും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടു കൂടി ഈ കുട്ടിയുടെ പരിശോധന ഫലം പുറത്തു വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള ഈ 60 പേരുടെയും സ്രവം നിലവിൽ ഇപ്പോൾ ഇന്ന് പരിശോധനയ്ക്കായിട്ട് അയക്കും എന്നുള്ളൊരു കാര്യം ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയിട്ടായിരിക്കും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുക. നിലവിൽ ഇന്നലെ രാത്രിയോടുകൂടി ഈ കുട്ടിയുടെ റൂട്ട് മാപ്പ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ, അതായത് ഈ 3 ദിവസങ്ങളുടെ ഒരു ഷെഡ്യൂളായിട്ടാണ് ഈ റൂട്ട് മാപ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. ഈ ദിവസങ്ങളിൽ ഈ സമയങ്ങളിൽ ഈ സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ആളുകൾ ഈ കൺട്രോൾ റൂം നമ്പറുമായി ബന്ധപ്പെടണം എന്നൊരു നിർദ്ദേശം ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരുപക്ഷെ കൂടുതൽ നിയന്ത്രണങ്ങൾ അതുപോലെ തന്നെ ഈ കേസുകളുടെ, അതായത് സമ്പർക്ക പട്ടികയിലുള്ള ആളുകളുടെയും സ്രവം പരിശോധനയ്ക്ക് അയച്ച ആളുകളുടെയും എണ്ണം ഒരുപക്ഷെ ഇന്ന് കൂടിയേക്കാം എന്ന് ആരോഗ്യവകുപ്പ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം കൂടുതൽ ആളുകളെ ഇത്തരത്തിൽ നിരീക്ഷിച്ച് വരികയാണ്, കൂടുതൽ ആളുകളെ കോൺടാക്ട് ശേഖരിച്ച് വരികയാണ്.
വരികയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ലിസ്റ്റ് വലുതായേക്കാം. അതുപോലെ തന്നെ കൂടുതൽ നിയന്ത്രണങ്ങളും ഇന്ന് വന്നേക്കാം. എന്തായാലും ഉച്ചയോടുകൂടി വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SKN ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്തും അതുപോലെ പാണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്തും ചില നിയന്ത്രണങ്ങളൊക്കെ തന്നെ ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തി കഴിഞ്ഞു. മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ അനാവശ്യമായ ഭീതിയുടെ ആവശ്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാവിധമായ കരുതൽ നടപടികളും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ പ്രേക്ഷകരെ നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കും.